സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് അതിരുചികരമായ വളരെ മൃദുലമായ സോഫ്റ്റ് ആയ കോഴിക്കോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്ന് നമുക്ക് 4 മണി പലഹാരത്തിന് കോഴിക്കോട്ട ആയാലോ. കോഴിക്കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫ്രഷ് ആയിട്ടൊരു കോക്കനട്ട് ഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേങ്ങ ചിരണ്ടൽ കഴിഞ്ഞു. നമുക്കിത് മൂടിയിട്ട് മുട്ടി വെക്കാം. ഓക്കെ, നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങയിലേക്ക് ഒരു ജാഗറി ചിരണ്ടിയിടാൻ പോവാണ് കേട്ടോ. ശർക്കര, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്യാണ്. ഒരു ചെറിയ 2 സ്പൂൺ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കോഴിക്കോട്ട ഉണ്ടാക്കുന്നതിനായിട്ട് നല്ല പാലപ്പം പൊടി കുറച്ചെടുക്കാം. ഓക്കെ, ഇത്രയും പൊടി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ പൊടിയും ചൂടുവെള്ളവും ഇത്തിരി ഉപ്പും കൂടി നന്നായിട്ട് ഉരുട്ടി നല്ല ഡോ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാം. നല്ല ഇതായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. കട്ടി കുറവായിരിക്കണം, നല്ല ടേസ്റ്റ് കൂടുള്ളൂ. നടുക്ക് ചെറിയൊരു ഓട്ട കുത്തുക. അതിനുശേഷം നമ്മൾ ഇതിന്ന് ഈ ശർക്കരയും തേങ്ങയും ജീരകവും കൂടെ പൊടിച്ച് ഇളക്കി വെച്ചിരിക്കുന്നതിന് 2-3 സ്പൂൺ എടുത്ത് ഇതിലിട്ടതിന് ശേഷം അടച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലി പാത്രം എടുക്കുക. ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു തട്ട് വെച്ചിട്ട് അതിന് അകത്ത് ഇങ്ങനെ ഉരുട്ടി വെക്കുക. അങ്ങനെ ഓരോ ഉരുളയും ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് വെക്കുക. അങ്ങനെ നമ്മുടെ കോഴിക്കോട്ട ഉരുട്ടി കഴിഞ്ഞു. ആദ്യം നല്ല മനോഹരമായിട്ട് ഉരുട്ടി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ മൂടി വെച്ച് വേവിക്കുക. നല്ലൊരു 1/2 മണിക്കൂർ നേരം വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ചൂടോടെയുള്ള നല്ല രുചികരമായ കോഴിക്കോട്ട റെഡി ആയിരിക്കുകയാണ്. ഒക്കെ നമുക്ക് ബേബിച്ചേട്ടനോട് കൊടുത്തിട്ട് അഭിപ്രായം ചോദിക്കാം. കഴിച്ചു നോക്ക്. ദൈവമേ, കോഴിക്കോട്ടേക്ക് നല്ല മയമുണ്ടല്ലോ. തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സോഫ്റ്റ് ആണോ? നല്ല സോഫ്റ്റാ. എന്താ 4 മണി പലഹാരം ഇങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാ എന്നൊരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോഴിക്കോട്ട ഉണ്ടാക്കിയത്. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വരേക്കും ബൈ.